ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പുഷ്പ ടുവിന്റെ ട്രാക്കേഴ്സ് കളക്ഷൻ, ഒപ്പം തന്നെ അമരന്റെ ഫൈനൽ കേരള കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അല്ലു അർജുന്റെ പുഷ്പ ടുവിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ ഇന്ന ദിവസമായിരുന്നല്ലോ പുറത്തു വന്നത്. അത് പ്രകാരം അല്ലു അർജുന്റെ പുഷ്പ 2 വെറും 10 ദിവസങ്ങൾ കൊണ്ട് 1292 കോടി എന്ന വമ്പൻ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ഇതിനോടൊപ്പം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പുഷ്പ 2വിന്റെ ട്രാക്കേഴ്സ് കളക്ഷൻ ഫിഗേഴ്സ് വന്നിരിക്കുകയാണ്. അത് പ്രകാരം പുഷ്പ 2വിന്റെ ഒഫീഷ്യൽ കളക്ഷനും ട്രാക്കേഴ്സ് കളക്ഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇന്നലത്തെ ശനിയാഴ്ചത്തെ 10ാം ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ വലിയ കളക്ഷൻ വ്യത്യാസമില്ല സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനും ട്രാക്കേഴ്സ് കളക്ഷനും തമ്മിൽ എന്നാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ഇന്നലെ 100 കോടിയിലേറെ കളക്ഷൻ ശനിയാഴ്ച സിനിമ നേടിയെടുത്തുവെന്നാണ് മൈത്രി മൂവി മേക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം 90 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഇന്നലെ ശനിയാഴ്ച സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം സിനിമ വേറെ ലെവൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഇന്ന് ഞായറാഴ്ച ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഉറപ്പാക്കിയ സിനിമ ഇതിനോടകം തന്നെ 10 ദിവസങ്ങൾ കൊണ്ട് ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം 1196 കോടിയാണ് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഞായറാഴ്ചത്തെ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് കണക്കുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അവസാനത്തെ റിപ്പോർട്ട് അമരൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ശിവകാർത്തികിന്റെ കരിയറിലെ വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത അമരൻ ഇപ്പോഴത്തെ OTTയിലും തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിൽ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തുവെന്ന് മാത്രമല്ല ഗോകുല മൂവീസിന് വലിയ ലാഭം സിനിമ നേടിയെടുത്ത് കൊടുത്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് വന്നിരിക്കുന്നത്. 13,85,00,000 രൂപയാണ് സിനിമയുടെ കേരള ഫൈനൽ ഗ്രോസ് കളക്ഷൻ. സിനിമയുടെ കേരള ഷെയർ മാത്രം 5 കോടിക്ക് അടുത്താണ്. ഏകദേശം 1 കോടിയിൽ പരം രൂപയ്ക്കായിരുന്നു ഗോകുല മൂവീസ് സിനിമ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ വലിയ ലാഭം സിനിമ ഗോകുല മൂവീസിന് നേടിക്കൊടുത്തിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വർഷം രായൻ, അമരൻ എന്നീ സിനിമകളാണ് ഗോകുല മൂവീസിന് നല്ല സിനിമകളായിട്ട് മാറിയിരിക്കുന്നത്. മറ്റ് പല തമിഴ് സിനിമകളും അവർക്ക് വലിയ നിരാശയായിരുന്നു. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.